കേരളം കർണാടകത്തെ കണ്ടുപഠിക്കണം എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ നെഞ്ചിടിപ്പുയർത്തുന്ന ഒരു വാർത്തകളാണ് ഇപ്പോൾ കർണാടകത്തിൽ നിന്നും പുറത്തു വരുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കർണാടകത്തിൽ നിന്നും പുറത്തു വരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കർണാടകത്തിലെ 4 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിലെയും ടിക്കറ്റ് നിരക്ക് 15% വർദ്ധിപ്പിക്കാൻ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ബി.ജെ.പിയും ജനതാദൾ സെക്യുലറും ഒക്കെ വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെയും അനുബന്ധ മേഖലകളിലെയും സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പൊതുഗതാഗത മാർഗമായ ബംഗളൂരു മെട്രോയുടെ രാജ്യത്തെ 2ാമത്തെ ഏറ്റവും വലിയ മെട്രോ സേവനമായ ബംഗളൂരു മെട്രോയിലെ ടിക്കറ്റ് നിരക്ക് 40 മുതൽ 45% വരെ വർദ്ധിപ്പിക്കാൻ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നിരക്ക് വർധനയുടെ പൂർണ്ണ രൂപം പുറത്തു വന്നിട്ടില്ലെങ്കിലും 40 മുതൽ 45% വരെ വർധനമുണ്ടാകുമെന്ന കാര്യം കർണാടകയിലെ മന്ത്രി ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. ഇതോടെ വലിയ ജനരോഷം കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ ഉയരുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് 15% ടിക്കറ്റ് നിരക്ക് വർധന കർണാടകയിലെ 4 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിലും കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നടപ്പാക്കുന്നത്. കർണാടകയിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കാനുള്ള ഒരു കാരണം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അതിൻ്റെ അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ച ശക്തി യോജന എന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയാണ്. ഈ യാത്രാ പദ്ധതിയുടെ വിഹിതം ഇനത്തിൽ മാത്രം 2000-ലേറെ കോടി രൂപ വിവിധ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് കർണാടക സർക്കാർ നൽകാൻ ബാക്കിയുണ്ട്. ഇത് നിലനിൽക്കുന്നതിനിടെയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന 15% നിരക്ക് വർധനവ് കർണാടക സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നേരത്തെ തന്നെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് തെളിയിക്കുന്ന വാർത്ത കഴിഞ്ഞ വർഷം അവസാനം പുറത്തു വന്നിരുന്നു. അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിനിടയിൽ ഈ വർഷം ജനുവരി മാർച്ച് കാലയളവിൽ ഏറ്റവും കൂടുതൽ ലോൺ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ഓപ്പൺ മാർക്കറ്റ് കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സംസ്ഥാനം അത് കർണാടകമാണ് എന്ന വാർത്തയാണ്. 1-2 കോടി രൂപയല്ല, 48,000 കോടി രൂപയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഈ വർഷത്തെ കാലയളവിൽ മാത്രം കടമായി സമാഹരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കേരളം കടമെടുപ്പിന്റെ കേന്ദ്രമാണെന്നും കേരളമാണ് ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമെന്നുമൊക്കെ പ്രചരണം നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾ ഈ വാർത്ത ഇന്ന് ശ്രദ്ധയോടെ വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന അത് സംബന്ധിച്ച ഒരു വാർത്താ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് കേരളം ഈ പട്ടികയിൽ, ഈ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പട്ടികയിൽ അവസാന സ്ഥാനങ്ങളിലാണ് ഉള്ളത് എന്നത് തന്നെയാണ്. കേരളം കർണാടകവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയൊരു കടം എടുക്കുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കർണാടകം 48,000 കോടി രൂപ കടമെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അതേ കാലയളവിൽ കേരളം വെറും 17,000 കോടി രൂപയാണ് ഓപ്പൺ മാർക്കറ്റ് കടമെടുപ്പായി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ കടമെടുപ്പ് ഒരു വലിയ പ്രശ്നമായി ഉയർത്തി കാണിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടാണ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഇത്ര ഭീമാകാരമായൊരു തുക വെറും 3 മാസം കാലയളവ് കൊണ്ട് മാത്രം കടമായി സമാഹരിക്കാൻ തീരുമാനിച്ചത് എന്ന് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിൽ, അതായത് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കർണാടക നിയമസഭയെ അറിയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2022-23 കാലയളവിൽ 44,000-ഓളം കോടി രൂപയാണ് കർണാടകം കടമെടുത്തതെങ്കിൽ അത് 94,000 കോടി രൂപയോളമായി ഉയർത്താനാണ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ പദ്ധതിയിടുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വളരെ വ്യക്തമായി ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്. കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാത്ത പദ്ധതികൾ കർണാടക എന്ന സംസ്ഥാനത്തെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ സർക്കാരിനെയും കേരളത്തെയും കടമെടുപ്പിന്റെ കേന്ദ്രമെന്നും കടമെടുപ്പ് സംസ്ഥാനമെന്നും ഒക്കെ അധിക്ഷേപിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ കർണാടകത്തിലെ ഇത്തരം വാർത്തകൾ ശ്രദ്ധിക്കാറില്ല എന്ന കാര്യം ഉറപ്പാണ്.
ചെയ്യാം.